ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ കിച്ചൺ. അവർ കിച്ചണിൽ നമ്മളിന്നൊരു ബിരിയാണി മസാലയാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണി മസാലപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ജാതിക്ക, കറാമ്പൂവ്, ജാതിപത്രി, സാജീരകം, ഏലക്കായ, പട്ട, പെരിഞ്ജീരകം, തക്കോലം. ഇത്രയും സാധനങ്ങളാണ് ഉപയോഗിച്ചാണ് നമ്മൾ ബിരിയാണി മസാലപ്പൊടി ഉണ്ടാക്കുന്നത്. ഇത് എത്രയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. എല്ലാ സാധനങ്ങളും ഒരേ അളവിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഈ ബിരിയാണിക്ക് നമ്മൾ അവർ കിച്ചണിൽ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് വേണ്ട ഒരു ബിരിയാണി മസാലപ്പൊടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആദ്യം നമുക്കൊരു പാന് അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് ഇടേണ്ട എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കും. ജാതിക്ക 2 കഷ്ണം ജാതിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഫുൾ ജാതിക്കയില്ല, 2 കഷ്ണം ജാതിക്ക. പിന്നെ പൂവ് വളരെ കുറച്ചേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കറാമ്പൂവ് വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പൂവ് അധികമായി കഴിഞ്ഞാൽ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യം 3 പൂവ്, ഒരു നിറച്ചും 1 ടേബിൾ സ്പൂൺ സാജീരകം. ഇത് ജാതിപത്രി, ഇതാണ് ജാതിപത്രി. ജാതിപത്രി 3 പൂവ്, ഇത്ര വലിപ്പമുള്ള 3 പട്ട. പിന്നെ തക്കോലം. തക്കോലം എന്ന് പറഞ്ഞാൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഒരു 2 സ്റ്റാർ. പിന്നെ പെരിഞ്ജീരകം. പെരിഞ്ജീരകം 2 ടേബിൾ സ്പൂൺ. ഒരു 2 ഏലക്കായ. ഇത്രയും സാധനമാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. തീ ഞാൻ ഒന്ന് സ്ലിമ്മാക്കി വെച്ചു. ഇത് കൂടുതൽ നേരം കുക്കാവൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യാം. ഈ സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, ഈ പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 1 മാസം വരേക്കും കേടുവരാതെ ഇരിക്കും. ഈ അളവിൽ ഉണ്ടാക്കണമെന്ന് മാത്രം. തീ ഓഫ് ചെയ്തു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ചൂടാറുന്നതിന് മുമ്പ് തന്നെ പൊടിച്ചെടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്ക് വൃത്തിയായിട്ട് പൊടിയിലുണ്ടാവില്ല. നന്നായിട്ടത് പൊടിഞ്ഞിട്ടുണ്ട്. നല്ല മണമാണ്. ഇപ്പം തന്നെ ബിരിയാണിയുടെ മണമുണ്ട് ഈ പൊടിക്ക്. നല്ലൊരു എയർ ടൈറ്റുള്ളൊരു ഡപ്പയിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമില്ല. 1 മാസം വരെയൊക്കെ പുറത്ത് വയ്ക്കാം. അങ്ങനെ നമ്മളുടെ ബിരിയാണി മസാലപ്പൊടി ശരിയായി.